ഇപ്പോൾ സമയം 8 മണി. 8:45 അയാൾ ഇവിടെ എത്തും. 9 മണിക്ക് അയാളുടെ അവസാനത്തെ സ്നൂക്കർ ഗെയിം. പുറത്തുനിന്ന് പൊട്ടിയിട്ടുണ്ട്. മറിച്ചു നോക്ക്. പുറത്തിറങ്ങാൻ എന്താ വഴി? നമുക്ക് പിന്നീട് പോവാം. ഇതും ആരും അകത്തുനിന്ന് പൊട്ടിയിരിക്കുക. നമ്മൾ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യും? സമയമില്ല. നമുക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യാം. തീരാനും പറ്റുന്നില്ലല്ലോ. കരയണ്ട, ആരും കരയണ്ട. കരയണ്ട. നമ്മൾ മരിക്കുന്നെങ്കിൽ അത് നാടിന് വേണ്ടിയാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. ബൈ ദ പീപ്പിൾ എന്നറിയപ്പെട്ടിരുന്ന 4 സംഘം കൊല്ലപ്പെട്ടു. ഒരു വധശ്രമത്തിനിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. ബൈ ദ പീപ്പിളിന്റെ മരണം ഒരു നിലയ്ക്ക് ആശ്വാസമാണെങ്കിലും ഈ സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ മരണത്തിൽ വ്യക്തിപരമായി ദുഃഖമുണ്ടെങ്കിലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാർക്കുള്ള താക്കീതായാണ് ഞാൻ ഈ സംഭവത്തെപ്പറ്റി കാണുന്നത്. ബൈ ദ പീപ്പിളിന്റെ മരണം അഴിമതിക്കാരായ പല ഉന്നതർക്കും ആശ്വാസമായെങ്കിലും സാധാരണക്കാർക്കിടയിൽ കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു റിപ്പോർട്ട്. ബൈ ദ പീപ്പിൾ മരിച്ചതല്ല, അവരെ കൊന്നതാ. തികച്ചും ജനാധിപത്യപരമായി. ഏതായാലും ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഇതൊരു അടിയന്യാണ്. ബൈ ദ പീപ്പിൾ കൊന്നതും ചത്തതും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്കൊക്കെ വേണ്ടിയാ. വളരെ സങ്കടമുണ്ട്. അവർ ഞങ്ങൾക്ക് മക്കളെ പോലെയായിരുന്നു. മക്കളെ മരിച്ചാലുള്ള വിഷമം പറഞ്ഞാൽ തീരൂ. ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് അവരുടെ കൂടെ തന്നെയായിരുന്നു. ആ പിള്ളേരോട് ചെയ്തത് കഷ്ടായി. അവർ ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു. ബൈ ദ പീപ്പിളിനെ ഇല്ലാതാക്കുന്നത് പല ബൊമ്മമാരുടെ ആവശ്യം. അതങ്ങനെ സാധിച്ചു. അല്ലാതെ എന്തുട്ട് പറയാനാ? പണച്ചോട് ഇപ്പൊ കള്ളന്മാരുടെ കൂടെയാ. അല്ലെങ്കിൽ മൂപ്പര് ആ പിള്ളേരോട് ഈ ചതി ചെയ്യോ? നമ്മളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണ പണിയാണ് അവരിതുവരെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ദേ അവരെ ഇല്ലാണ്ടാക്കി. എന്ന് വെച്ചതൊന്നും തീരാനും പോണില്ല, അവസാനിക്കാനും പോണില്ല. അവന്റെയൊക്കെ അമ്മയുടെ ഒരു കൊള്ളാം. പുണ്യശ്ലോകങ്ങൾ ഉതിരേണ്ട നാവിൽ നിന്ന് പുലയാട്ട് കേൾക്കാൻ ബഹുരസം. ഏതായാലും തീർന്നു കിട്ടിയല്ലോ മാരണം. സർ, എന്നോട് ക്ഷമിക്കണം. എന്താ മല്ലിയത്? എന്തു പറ്റി? ഞാനൊരാള് കാരണം സർ അവർ മരിച്ചത്. ആരെ? ബൈ ദ പീപ്പിൾ. പരമശിവത്തെ പറ്റി സർ അന്ന് പറഞ്ഞ രഹസ്യം മുഴുവൻ ഞാൻ അവരോട് പറഞ്ഞു പോയി. പോട്ടെ മല്ലി, കഴിഞ്ഞില്ലെല്ലാം. നേര് പറഞ്ഞാൽ അവരെ എതിർക്കുമ്പോഴും പിടിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാം
അറിയാതെ ഒരിഷ്ടം, ഒരു ബഹുമാനം മനസ്സിൻ്റെ ഒരു കോണിൽ എനിക്ക് അവരോടുണ്ടായിരുന്നു. ഇനി ഞാനും പോവുകയാണ്. പോകേ? എങ്ങോട്ട്? ജയിലിലേക്ക്. ഇരുമ്പഴികൾക്ക് പുറത്ത് ഒരു തടവ് ശിക്ഷ. ആർക്കാണോ ഞാൻ മൂലം തടസ്സം, അവരെല്ലാം തീരുമാനിച്ച ഒരു തസ്തിക മാറ്റം. പക്ഷേ ഞാൻ വരും നിങ്ങളെ കാണാൻ. He is our target. സർ, ഇത് ഗ്രേറ്റ് വണ്ടർ അമ്യൂസ്മെന്റ് പാർക്കിലെ പുതിയ റോളർ റൈഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഐ ജി നാളെ വൈകിട്ട് 4 മണിക്കോടെ എത്തും. വലിയ സ്പീഡിലൊന്നും വിടണ്ട കേട്ടോ. ഐ ജി ആണെങ്കിൽ ഞാനൊരു പാവത്താനാണേ. പേടിക്കണ്ട സാർ, ഒരു ചെറിയ സ്പീഡേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ആ എന്താന്ന്? ഓ, അസ്തലവിസ്ത. അയാൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്താണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. അതിന് മണിക്കൂറുകൾക്ക് മുൻപ് അയാളുടെ അന്ത്യകർമ്മ ചടങ്ങുകൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. താഴെയുള്ള മെഷീനിലെ ഉരുക്ക് ചങ്ങലയുടെ മുറുക്കമാണ് ആ റൈഡിന്റെ വേഗം നിയന്ത്രിക്കുക. കുതിരയുടെ കടിഞ്ഞാൺ പോലെ. അതിലേതെങ്കിലും ഒരു കണ്ണിയുടെ പാതിയെങ്കിലും മുറിക്കാൻ കഴിഞ്ഞാൽ മണിക്കൂറിൽ 40 കിലോമീറ്ററാണ് റൈഡിന്റെ വേഗം. ആ വേഗത്തിൽ അത് രസകരമായ ഒരു തമാശകളി മാത്രം. പക്ഷെ വേഗം കൂടിയാൽ the rest is destiny. പാലത്തിന്റെ പണി അത് നമ്മുടെ പുതിയ ഞങ്ങള് രണ്ടാളും അവരുടെ സൈഡാ. രണ്ടാളോ? ഞാനും പിന്നെ ഈ കുഞ്ഞു പോലീസും.